അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ളവരെ, പരിശുദ്ധ റജബ് മാസം നമ്മിലേക്ക് സമാഗതമാകുന്നു. റമദാനിൻ്റെ മുന്നോടിയായുള്ള അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ, പടച്ചവനെ റജബിലും ഷഅബാനിലും നീ ബറക്കത്ത് ചെയ്യണേ, വബല്ലിഗ്നാ റമദാൻ, റമദാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ എന്ന് പ്രാർത്ഥന ചെയ്ത് തുടങ്ങിയിരുന്ന മാസം. ഈ മാസം സമാഗതമാകുമ്പോൾ മുൻ വർഷങ്ങളിലുള്ളതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഒരു വ്യാജ ഹദീസ് പ്രചരണം തുടങ്ങും. റജബ് ആദ്യം അറിയിക്കുന്നവന് നരകം ഹറാമാണ് എന്ന്. റജബ് എന്നല്ല, റമദാനായാലും ഏതൊരു മാസവും ആദ്യം അറിയിക്കുന്നവന് നരകം ഹറാമാണ് എന്ന രൂപത്തിൽ ഒരു ഹദീസും ഹദീസ് ഗ്രന്ഥങ്ങളിലൊന്നും വന്നിട്ടില്ല. ഒരു 3-4 വർഷമായി സ്ഥിരമായി ഈ വിഷയം ഉണർത്താറുണ്ട് എന്നതുകൊണ്ട് തന്നെ പല ആളുകളും അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുമ്പുള്ളതിനേക്കാൾ എത്രയോ കുറവാണ് വാട്സാപ്പ് ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലുമൊക്കെ ആ ഹദീസിൻ്റെ ഷെയറിങ്, വ്യാജ ഹദീസിൻ്റെ. നാം ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് ഹദീസല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇത് ഷെയർ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മേലിൽ കളവ് പറഞ്ഞു എന്ന കുറ്റം നമുക്ക് വരും. മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖ്അദഹു ഫിന്നാർ. ആരെങ്കിലും എൻ്റെ പേരിൽ മനപൂർവ്വം കളവ് പറഞ്ഞാൽ, അതായത് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു എന്ന് വിശ്വാസമില്ലാത്ത ഒരു കാര്യം, ഉറപ്പില്ലാത്ത ഒരു കാര്യം, നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നരകത്തിലൊരു ഇരിപ്പിടം തയ്യാറാക്കിക്കൊള്ളട്ടെ എന്നാണ്. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ആവശ്യമില്ലാത്ത പണിയെടുത്ത് നമ്മൾ നരകത്തിലേക്ക് ഇരിപ്പിടം തയ്യാറാക്കുന്നത്? അതുകൊണ്ട് സൂക്ഷിക്കുക. നമ്മുടെ വിരൽത്തുമ്പിലൂടെ നടക്കുന്ന ഒരു ഷെയർ അതൊരു വ്യാജ ഹദീസാകുമ്പോൾ പലരും അത് സത്യമാണെന്ന് വിശ്വസിച്ച് അതിലൂടെ അവർക്ക് പുണ്യം ലഭിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഷെയർ ചെയ്യാറുണ്ട്. അത്തരം ഷെയറുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഏതൊരു മാസമാണെങ്കിലും ഏതൊരു വർഷമാണെങ്കിലും ഏതൊരു ദിവസമാണെങ്കിലും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തന്ന കാര്യങ്ങൾ മാത്രമാണ് നാം ചെയ്യേണ്ടത്. നമ്മുടെ വകയായി ഒന്നും കൂട്ടിച്ചേർക്കേണ്ടതില്ല, ഉള്ളത് കുറയ്ക്കേണ്ടതുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മകൾ മനസ്സിലാക്കാനും തിന്മകളെ വേർതിരിച്ചറിയാനുമുള്ള തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ റജബ് മാസം മുതൽ റമദാനിലേക്കുള്ള ഒരുക്കങ്ങൾ നടത്താനും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.